ഇന്നിതാ 45 പേർക്കുള്ള അടപ്പായസം റെഡിയാക്കലാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ 550 ഗ്രാം സുഭിക്ഷം എന്നിട്ട് പറഞ്ഞിട്ടുള്ള റൈസ് അടയാണ് എടുത്തിട്ടുള്ളത്. അത് ആദ്യം തന്നെ കുറച്ചധികം വെള്ളം വെച്ച് തിളപ്പിച്ചിട്ട് അതിലേക്ക് ഈ ഒരു അട ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് തിളക്കുക. ഒരു 5 മിനിറ്റിൻ്റെ അടുത്ത് തിളച്ചിട്ട് മൂടി വെച്ച് കൊടുത്ത് ഒരു അരമണിക്കൂറിന് ശേഷം എടുത്താൽ മതി കേട്ടോ. കറക്റ്റ് വെന്ത് വന്നിട്ടുണ്ടാവും. തീ ഓഫാക്കാൻ മറക്കല്ലേ. അട അവിടെ മൂടി വെച്ചതിന് ശേഷം നമുക്കിതാ പാലെടുക്കാം കേട്ടോ. ഞാനിതാ ഒരു 5.5 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല കട്ടിയുള്ള പാലാണ് കേട്ടോ വേണ്ടത്. ഇതേപോലത്തെ മിൽമൻ്റെ സൂപ്പർ റിച്ച് എന്ന് പറഞ്ഞിട്ടുള്ള പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് നല്ലോണം ഒന്ന് കത്തിച്ച് കൊടുത്തതിൻ്റെ ശേഷം ഇതൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ പാട കെട്ടാതെ വേണം കേട്ടോ ഇളക്കാൻ. അപ്പോൾ കൈ വെക്കാതെ ഇളക്കണം എന്നൊന്നുമില്ല. അപ്പോൾ പാട കെട്ടരുത്, അത്രയേ ഉള്ളൂ. 1/4 മണിക്കൂറിന് ശേഷം ഞാനിതാ അട റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ബാക്കിയുള്ള ആ ഒരു വേവൊക്കെ പാലിൽ കിടന്ന് വെന്തോളും. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇത് 3 വട്ടെങ്കിലും ഇത് നന്നായിട്ട് നല്ല വെള്ളം ഒഴിച്ചിട്ട് കഴുകിയിട്ട് വേണം കേട്ടോ ഊറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇതിൽ നല്ല സ്റ്റാർച്ച് ഉണ്ടാവും, അത് പോകാൻ വേണ്ടിയിട്ടാണ്. നല്ല തണുത്ത വെള്ളത്തിൽ നമ്മൾ നല്ല രീതിയിൽ ഒരു 2-3 വട്ടെങ്കിലും നല്ലോണം കഴുകി ഊറ്റിയെടുത്ത് വെക്കണം കേട്ടോ. അത് റെഡിമെയ്ഡ് അട വാങ്ങുകയാണെങ്കിൽ ഈ ഒരു പണിയില്ല കേട്ടോ. അത് ഇതിനേക്കാൾ പെട്ടെന്ന് ആവുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഞാനിത് കുറച്ചധികം ഉള്ളത് കൊണ്ടതാണ് ഇങ്ങനെ തന്നെ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ വെള്ളം വരാനായിട്ട് ഊറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ പാല് നല്ല തിള വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാര ആദ്യം ചേർക്കുകയാണ്. ഈ പഞ്ചസാര ആദ്യം തന്നെ കുറച്ച് ചേർക്കുന്നത് എന്താ വെച്ചാൽ നമ്മുടെ അടയിലേക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ബാക്കി പഞ്ചസാര ചേർക്കുന്നത്. കുറച്ച് പഞ്ചസാര ആദ്യം ചേർത്തതിന് ശേഷം നമ്മളിതാ നേരത്തെ വെള്ളം വാർത്ത് ഊറ്റി വെച്ചിട്ടുള്ള ആ ഒരു അട കുറേശ്ശായിട്ട് ഈ പാലിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. അതും നേരത്തെ പറഞ്ഞ പോലെ കൈ വെക്കാതെ ഇളക്കണം എന്നില്ല. നമ്മൾ അടൻ്റെ ആ പായസത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടാവണം എന്നേ ഉള്ളൂ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മൂടി തുറക്കുക, ഇളക്കി കൊടുക്കുക. അപ്പോൾ പാലായതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കാതെ എന്നാൽ തിളച്ച് തൂവും. അപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ നന്നായിട്ട് വെട്ടി തിളച്ച് വരുന്നുണ്ട്. മൊത്തത്തിൽ ഞാനിത് അടുപ്പത്ത് വെച്ച് തിളച്ചതിന് ശേഷം ഒരു 1.5 മണിക്കൂറെങ്കിലും ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ലോണം ഒന്ന് തിളച്ച് റെഡിയായി വരുന്ന സമയത്താണ് ബാക്കി പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 10ഓളം ഏലക്കായ കുറച്ച് പഞ്ചസാര കൂട്ടിയിട്ട് മിക്സിൻ്റെ ജാറിലിട്ട് പൊടിച്ചിട്ടുണ്ട് ഇനി. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുകയാണ്. പിന്നെ ഇതിൻ്റെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ചേർക്കുന്നത് അൺസാൾട്ടഡ് ബട്ടറാണ്. അതൊരു 75 ഗ്രാം അളവിൽ ചേർക്കുന്നുണ്ട്. ആദ്യം കുറച്ച് ചേർത്ത് പിന്നെ ബാക്കി ചേർക്കുകയാണ് ചെയ്തത്. നമ്മൾ ഏത് സാധനം ചേർക്കുകയാണെങ്കിലും ആദ്യം തന്നെ ഒന്നായിട്ട് ചേർക്കേണ്ട. കുറേശ്ശെ ആദ്യം ചേർത്ത് പാകത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതിയാവും. 380 ഗ്രാം അളവിലുള്ള മിൽക്ക് മെയ്ഡാണ് ചേർത്തിട്ടുള്ളത്. മിൽക്ക് മെയ്ഡ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കും. മിൽക്ക് മെയ്ഡും ബട്ടറൊക്കെ ലാസ്റ്റ് സ്റ്റേജിലാണ് ചേർക്കുക. അതൊക്കെ ചേർത്തതിന് ശേഷം ഒരു തിള കൂടി വന്നതിന് ശേഷം നമുക്ക് തീ ഓഫാക്കാവുന്നതാണ്.